വെഡ്ഡിങ് എന്നുള്ളത് ഒരൊറ്റ ദിവസം ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതേസമയം മാരേജ് എന്നുള്ളത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എത്ര മാസങ്ങളും വർഷങ്ങളും ഒക്കെയാണ് പ്ലാനിങ്ങിനും പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. നമ്മൾ എവിടെ വെച്ച് നടത്തണം, എങ്ങനെയുള്ള ഔട്ട്ഫിറ്റ് ഉണ്ടാവണം, അതുപോലെ അവിടുത്തെ ഡെക്കറേഷൻസ് എങ്ങനെയാവണം, ആരെയൊക്കെ ക്ഷണിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന മാരേജ് ലൈഫിന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാറുണ്ടോ? വെഡ്ഡിങ്ങിന് അവിടെ ഉണ്ടാവേണ്ട ഫ്ലവേഴ്സ് എങ്ങനെയാവണം എന്നുള്ളതിന് നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതേസമയം മാരേജിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനുള്ള സ്കില്ല് നമുക്കുണ്ടോ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാറ്ററിങ്ങിന് ബെസ്റ്റ് ടീമിനെ ഏൽപ്പിക്കണം എന്നുള്ളതിൽ നമ്മൾ ഭയങ്കരമായിട്ട് സെലക്റ്റീവ് ആവുന്നുണ്ട്. അതേസമയം നമ്മുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ അത്രമാത്രം ഒന്നും പ്രിപ്പറേഷൻ നടത്തുന്നൊന്നുമില്ല. പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു പോകുന്നില്ല. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ല.